നമസ്കാരം. യൂട്യൂബിൽ 4 പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ച് മനസ്സിലാക്കണം. ഈ 4 അപ്ഡേറ്റിൽ ഒരെണ്ണം മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂട്യൂബ് ഏർണിംഗ്സ് വർദ്ധിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റും മറ്റൊരെണ്ണം മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുത്തുന്ന അപ്ഡേറ്റുമാണ്. അപ്പം എല്ലാ അപ്ഡേറ്റുകളെ കുറിച്ചും തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊള്ളുക. വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് മോണിറ്റൈസേഷൻ അപ്ഡേറ്റ് എന്താണ് വന്നിരിക്കുന്നത് നോക്കാം. ഈ ഒരു അപ്ഡേറ്റിലൂടെ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് ലൈവ് സെക്ഷൻസ് കൂടുതൽ ചെയ്യുന്നവർക്കാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈവ് ചെയ്തുകൂടെ തുടങ്ങിക്കൊള്ളുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ ഏർണിംഗ്സ് കൂടുതൽ കിട്ടും. ലൈവ് ലീഡർ ബോർഡ് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചറാണ് ഇപ്പം യൂട്യൂബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ലൈവ് സെക്ഷനിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അതിൽ പല ആളുകളും നമുക്ക് സൂപ്പർ ചാറ്റ് തരികയും ഗിഫ്റ്റ് തരികയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അപ്പം പല ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കുമല്ലോ. അപ്പൊ ഇവർക്കൊക്കെ ഒരു ലീഡർ ബോർഡ് യൂട്യൂബ് കൊടുക്കുകയാണ്. അതിൽ ആളുകളെ സെലക്ട് ചെയ്യുന്നത് ലീഡർ ബോർഡിൽ 1, 2, 3 എന്ന് പറഞ്ഞായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഞാൻ ഈ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് തരുന്നവരെ അങ്ങനെയുള്ളവരെയാണ് ഈ ലീഡർ ബോർഡിൽ ഏറ്റവും ടോപ്പിലേക്ക് വെക്കുക. മനസ്സിലായി? അപ്പം ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു നല്ല മാർഗ്ഗമാണ്. ഈ ലൈവിലൊക്കെ പോയിട്ട് ഇഷ്ടംപോലെ പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ലൈവ് സെക്ഷനിൽ ഒന്ന് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ലൈവ് ലീഡർ ബോർഡ് എന്ന് പറയുന്ന പുതിയ ഫീച്ചർ. അപ്പോൾ ലൈവ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളിയാണ്. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം. ലൈവ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ലൈവ് ഒക്കെ ചെയ്ത് തുടങ്ങിക്കൊള്ളുക. അതിലൂടെ നിങ്ങൾക്കും ഏർണിംഗ്സ് കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ്, യൂട്യൂബ് ഡെസ്ക്ടോപ്പ് മോഡ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിലാകാം, ലാപ്ടോപ്പിലാകാം, അല്ലെങ്കിൽ മൊബൈലിൽ തന്നെ ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്തിട്ട് ഗൂഗിൾ ക്രോമിലൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ അഡ്വാൻസ്ഡ് മോഡ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആകാനായിട്ട് പോവുകയാണ്. അഡ്വാൻസ്ഡ് മോഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് ഓൾറെഡി കിട്ടും. അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറേയധികം പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇസഡ് കാര്യങ്ങൾ, ഏറ്റവും ഡീപ്പായിട്ടുള്ള ഡേറ്റ വരെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടുന്ന ഒരു അഡ്വാൻസ്ഡ് മോഡായിട്ട് ആ ഒരു ഓപ്ഷൻ മാറാനായിട്ട് പോവുകയാണ്. അപ്പം ഈ അഡ്വാൻസ്ഡ് മോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് ക്രിയേറ്റഡ് ഡേറ്റ കൺസെന്റ് എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു ഫീച്ചർ ഓൾറെഡി യൂട്യൂബ് കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മുടെ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ആയിരുന്നു ഇത് വന്നത്. പലരും ഇത് ഇഗ്നോർ ചെയ്ത് വിട്ടു. ഞാൻ ഓൾറെഡി ഇത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫീച്ചറിന്റെ പ്രയോജനം എന്താണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച്. അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിയേറ്റർ ഡേറ്റ കൺസെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ഗൂഗിൾ അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഗൂഗിൾ ഷെയർ ചെയ്യും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്പനികൾക്ക് നമ്മുടെ ചാനൽ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറ്റിയ ചാനലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ബ്രാൻഡ് പ്രൊമോഷൻസ് തരും. അതിനുവേണ്ടിയാണ് ഈ ഡേറ്റ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഡേറ്റയാണ് ഷെയർ ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇമെയിൽ ഐഡിയോ പാസ്വേഡോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനലിന്റെ അനലിറ്റിക്സിൽ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എവിടെ നിന്നാണ് വ്യൂ വരുന്നത്, ആരൊക്കെ മെയിലാണോ ഫീമെയിലാണോ കൂടുതൽ വാച്ച് ചെയ്യുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോകൾ കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് കമ്പനിക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെയാണ് യൂട്യൂബ് അല്ലെങ്കിൽ ഗൂഗിൾ ഈ കമ്പനികളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനേബിൾ ചെയ്തുള്ള ഈ ഒരു ഫീച്ചറും എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ അഡ്വാൻസ്ഡ് മോഡിൽ ഇപ്പം കിട്ടുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്റെ ചാനലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടും. ജൂലൈ 14 യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ പോളിസിയിൽ ഒരു മാറ്റം വന്നതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. യൂട്യൂബ് ഇപ്പം പുതിയൊരു പോളിസിയുടെ ജൂലൈ 15 ശേഷം 15 ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഇൻഓതന്റിക് കണ്ടന്റ് പോളിസി. അതായത് മാസ് പ്രൊഡക്ഷൻസ് ഒക്കെ നടത്തുമല്ലോ. ഒരേ കണ്ടന്റ് തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ട് അതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ AI കണ്ടന്റ് ഉണ്ടാക്കും. അതിൽ ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലാതെ ഫുൾ AI കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നവരുണ്ട്, റിപ്പീറ്റേറ്റീവ് കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, റീയൂസ്ഡ് കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചാനലുകൾക്കൊക്കെ പണി കിട്ടാൻ പോവുകയാണ്. മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും. നമുക്കറിയാം റീയൂസ്ഡ് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും എന്നുള്ള കാര്യം. അതേപോലെ തന്നെ ഇനി ഇൻഓതന്റിക് കണ്ടന്റ് പോളിസി വയലേഷൻ എന്ന് പറഞ്ഞ് മോണിറ്റൈസേഷൻ ഡിസേബിൾഡ് എന്ന് പറഞ്ഞ് ഇനി മെയിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇൻഓതന്റിക് കണ്ടന്റ് പോളിസിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാര്യം കമന്റ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തോളുക. പിന്നെ ജൂലൈ 15 വന്നിട്ടുള്ള പോളിസിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കിയ 4 അപ്ഡേറ്റ്സിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയ അപ്ഡേറ്റ് ചെയ്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയോട് നിർത്തുന്നു. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.